വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ ശാലിനിയും അവിടേക്ക് എത്തുന്നുണ്ട്. അതിന് ശാലിനി വരുമ്പോൾ ശാലിനിയെ കണ്ട പ്രിൻസിപ്പൾ എല്ലാവരും എഴുന്നേറ്റ് നമസ്കാരമൊക്കെ പറയുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ സത്യയുടെ തൊട്ട് അടുത്ത് നിൽക്കുന്ന വിഷ്ണുവിനെ കാണുകയാണ്. അന്നേരം ആദ്യം ശാലിനിയെ അന്തം വിടുന്നുണ്ട്. പിന്നീട് ശാലിനിക്ക് കണ്ണും മനസ്സൊക്കെ അങ്ങ് നിറയുകയാണ്. വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനി വിഷ്ണുവിനെയും ഒക്കെ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് മാഡം ഇരിക്കണമെന്ന് പറയുമ്പോൾ ശാലിനി ഇരിക്കുന്നുണ്ട്. അതിനുശേഷം മത്സരത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. PT സാർ പറയുന്നുണ്ട് ആദ്യത്തെ വിസിലിൽ കുട്ടികളും പാരൻറ്റും ആ പോയിന്റിലേക്ക് എത്തുക, രണ്ടാമത്തെ വിസിലിൽ കുട്ടികളെ എടുക്കുക, പിന്നെ മൂന്നാമത്തെ വിസിൽ ഓടുക എന്നുള്ളത്, ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ വിസിലടിക്കുമ്പോൾ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ വിസിലിൽ കുഞ്ഞുങ്ങളെ എടുക്കുകയാണ്. വിഷ്ണു ആണെങ്കിൽ സത്യ എടുക്കുന്നുണ്ട്, രോഹിത് പപ്പി എടുക്കുന്നുണ്ട്, അവരുടെ കൊച്ചുങ്ങളെ എടുക്കുകയാണ്. അതിനുശേഷം മൂന്നാമത്തെ വിസിലടിക്കുമ്പോൾ ഇങ്ങനെ ഓടുകയാണ്. വിഷ്ണു ആണെങ്കിൽ സത്യ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്, രോഹിത് പപ്പി എടുത്തുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. തുടർന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ രോഹിത്തിൻ്റെ കാല് തട്ടുന്നുണ്ട്. രോഹിത് അങ്ങ് പപ്പി അങ്ങ് താഴെ നിർത്തിയിട്ട് രോഹിത്തിൻ്റെ കാലെന്തോ മടങ്ങുകയാന്ന് ഇങ്ങനെ എന്തോ സംഭവിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ രോഹിത് ഇങ്ങനെ തറയിലേക്ക് വീഴുന്ന കാണുകയാണ്. അന്നേരം വിഷ്ണു പുറകിലാകുകയാണ്. മറ്റുള്ള രണ്ടുപേരും അങ്ങ് മുന്നേ പോകുന്നുണ്ട്. അന്നേരം പപ്പി വാ എന്ന് ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് പപ്പി ഓടി വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വിഷ്ണു അങ്ങ് എടുക്കുന്നുണ്ട്. സത്യയും പപ്പിയും ഇങ്ങനെ രണ്ട് കൈകളിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കൊണ്ട് ഓടുകയാണ്. അന്നേരം രോഹിത് വീഴുമ്പോൾ ആ ടീച്ചർമാരും ശാലിനിയും ഒക്കെ ഇങ്ങനെ എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് മക്കളെ മുറുകെ പിടിച്ചോളണേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആഞ്ഞു വെച്ച് ഓടുകയാണ് രണ്ട് കൊച്ചുങ്ങളെയും കൊണ്ട്. രണ്ടുപേരും വിഷ്ണുവിൻ്റെ തോളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. തുടർന്ന് ആദ്യം പിന്നിലായിരുന്ന വിഷ്ണു ഓടി ഓടി പിന്നെ മുന്നിലേക്ക് അങ്ങ് എത്തുന്നു. അന്നേരം എല്ലാവരെയും പിന്താങ്ങി പിന്തള്ളി വിഷ്ണു തന്നെ ആദ്യം ഫസ്റ്റ് എത്തുക റിബണിൻ്റെ സൈഡിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം അങ്ങ് എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. പതിയെ എഴുന്നേൽക്കുന്ന രോഹിത്തും അങ്ങ് കൈയടിച്ച് സന്തോഷിക്കുകയാണ്. രാമേട്ടനും ശാലിനിയും പ്രിൻസിപ്പളും ടീച്ചർമാരും ബാക്കി എല്ലാവരും. അന്നേരം രമേശും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്ന് കുട്ടികളെ കൊണ്ട് ഇങ്ങനെ വിഷ്ണു അങ്ങ് വട്ടം ചുറ്റുകയാണ്, കറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. താഴെ ഇറക്കുന്നില്ല രണ്ടുപേരും. ആ ഒരു സന്തോഷം തന്നെയാണ്. വിഷ്ണു അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശാലിനി നോക്കി ഇങ്ങനെ പറയുകയാണ്, പഴയ ഒരു ഓട്ടക്കാരനാണ്, പൊടി തട്ടിയെന്ന് എടുത്തന്നേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എല്ലാവരും ഒന്നുകൂടി കൈയടിക്കുകയാണ്. രോഹിത്തിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം, ശാലിനിക്കും അതെ. ശാലിനി പറയുന്നുണ്ട് ഇതൊരു നിയോഗമാണ്, ഒരച്ഛൻ്റെ കടമ ഇത് തന്നെയാണ്, രണ്ട് മക്കളെയും ഒരുമിച്ച് ജയിപ്പിച്ചല്ലോ, ഇത് അച്ഛൻ്റെ കടമ തന്നെയാണ് എന്നിങ്ങനെ ശാലിനി മനസ്സിൽ പറഞ്ഞ് അങ്ങ് കൈയടിക്കുകയാണ്. തുടർന്ന് രണ്ടുപേരും കൂടി പിന്നെ വിഷ്ണുവിന് രണ്ട് കവിളിലേക്ക് മുത്തം കൊടുക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും വിഷ്ണു മുത്തം ചോദിക്കുമ്പോൾ വീണ്ടും ഇവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു സന്തോഷം. തുടർന്ന് സമ്മാനദാനം ആ ചടങ്ങാണ് കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഈ വേദിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ശാലിനിയാണ് അവിടെ അധ്യക്ഷയായിട്ടിരിക്കുന്നത്. പ്രിൻസിപ്പൾ അങ്ങോട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കുമ്പോൾ ആദ്യം ഇത് ആരും പങ്കെടുക്കില്ല അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ എത്തുകയാണ് ചെയ്തത്. ഇതിൽ ഏറ്റവും നന്നായിട്ട് അനുമോദിക്കേണ്ടത് സത്യയുടെ ഗാർഡിയൻ വിഷ്ണുവിനെയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണെന്ന് എല്ലാവരും കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അവിചാരിതമായിട്ട് സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ട് വീണ് പോയപ്പോൾ ആ കുട്ടിക്ക് സങ്കടമാകുമെന്ന് കരുതി അതിനെയും എടുത്തുകൊണ്ട് ഓടിയ വിഷ്ണുവിൻ്റെ വലിയ മനസ്സിനെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്, ആദരിക്കേണ്ടത് തന്നെയാണ്. വിഷ്ണു ആണ് ഇന്നത്തെ ഹീറോ, സത്യയുടെ ഗാർഡിയൻ വിഷ്ണു ആണ് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരും കൈയടിക്കും. വിഷ്ണു ഇങ്ങനെ എല്ലാവരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരാൾ തന്നെ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയും കുട്ടികൾക്ക് സമ്മാനദാനം കൊടുക്കുകയും ചെയ്ത ആദരണീയ നമ്മുടെ ജില്ലാ കളക്ടറെയും ഇവിടെ പിന്നെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പിന്നെ സമയമില്ല, പിന്നെ മീറ്റിംഗ് ഉണ്ട്, അത് അങ്ങനെയൊന്നും പറയരുത്, മാഡം സമ്മാനം കൊടുക്കുക, രണ്ട് വാക്ക് സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ശാലിനിയെ നോക്കി പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെപ്പാട് സന്തോഷമാവുന്നുണ്ട്. അന്നേരം കൈയടിക്കുക എന്നും പറഞ്ഞ് വിഷ്ണു രണ്ട് സൈഡിലും ഇരിക്കുന്ന പപ്പിയോടും സത്യയോടും പറയുകയാണ്. എല്ലാവരെ കൊണ്ടും കൈയടിപ്പിക്കുന്നു. വിഷ്ണു ആകെ അങ്ങ് സന്തോഷത്തിലാണ്. അതുകൊണ്ട് രോഹിത്തും രാമേട്ടനും എല്ലാവരും ഒക്കെ ഉണ്ട്. തുടർന്ന് പിന്നെ ശാലിനി മനസ്സിൽ കരുതുകയാണ് ഒരച്ഛനെ രണ്ട് മക്കളെ രണ്ടായിട്ട് കാണാനായിട്ട് സാധിക്കില്ല, അത് പ്രകൃതി നിയമം തന്നെയാണ്, അതാണ് രണ്ട് കുട്ടികളെ ഒരുമിച്ച് ഓടിയത്, അതാണ് അച്ഛൻ്റെ കടമ എന്നൊക്കെ ഇങ്ങനെ ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്. തുടർന്ന് ഈ സമ്മാനദാനം കൊടുക്കുന്നതിനായിട്ട് പിന്നെ ശാലിനി മേഡത്തെ ക്ഷണിക്കുന്നു. അതിനിടെ ഇന്നത്തെ ഹീറോ വിഷ്ണു ആണ്. സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായിട്ട് വിഷ്ണുവിനെയും പത്മിനിയെയും സത്യയെയും ക്ഷണിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് പ്രിൻസിപ്പൾ. തുടർന്ന് വിഷ്ണു എഴുന്നേറ്റിട്ട് രണ്ടുപേരെ ഇങ്ങനെ വിളിക്കുകയാണ്. രണ്ടുപേരെയും കൊണ്ട് പപ്പിനെയും സത്യയും കൊണ്ട് വിഷ്ണു സ്റ്റേജിലേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ട്രോഫി ശാലിനിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്, ഒരു വലിയ ട്രോഫി. അന്നേരം ശാലിനി ഇങ്ങനെ എടുത്തിട്ട് വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. പപ്പിയും സത്യയും ഒക്കെ ആകെ സന്തോഷത്തിലാണ്. ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നുണ്ട്. ശാലിനി ഇങ്ങനെ ആകെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പിന്നെ വിഷ്ണു എന്നിങ്ങനെ പ്രിൻസിപ്പൾ വിളിക്കുകയാണ് ട്രോഫി വാങ്ങാനായിട്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഈ കുട്ടികളുടെ കൈകളിലേക്ക്, അപ്പം വിഷ്ണുവും ഈ കുട്ടികളും മൂന്നുപേരും കൂടി ചേർന്ന് അങ്ങോട്ട്
ട്രോഫി വാങ്ങുകയാണ്. അന്നേരം എന്നിട്ട് ശാലിനി ഇങ്ങനെ തിരിഞ്ഞ് രോഹിത്തിനെ നോക്കുന്നുണ്ടെന്ന് രോഹിത് അങ്ങ് ആർത്തുല്ലസിച്ച് കൈയടിക്കുകയാണ്, രാമേട്ടനും രോഹിത്തും ഒക്കെ ആയിട്ട്. തുടർന്ന് വിഷ്ണു 2 വാക്ക് സംസാരിക്കാമോ എന്നിങ്ങനെ പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ സംസാരിക്കാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു സംസാരിച്ച് തുടങ്ങിയാണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ മത്സരത്തിൽ പങ്കെടുത്തത്, എനിക്ക് വേണ്ടി തന്നെയാണ്. കുറച്ച് സമയത്തേക്ക് ഞാനൊരു കുട്ടിയായിട്ട് മാറുകയായിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് സൈക്കിൾ ടയർ ഉരുട്ടി കടയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ട് വരുന്ന എത്ര കുട്ടികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മുറി അടച്ചിരുന്ന് മൊബൈൽ കളിക്കുന്ന കുട്ടികളെ അല്ലാതെ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ തന്നെ വേണം, അതിലെല്ലാവരും പങ്കെടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു, ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. തുടർന്ന് അങ്ങനെ ശാലിനി ഇങ്ങനെ വിഷ്ണുവിൻ്റെ സംസാരം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട്, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, അത് നമ്മുടെ ഇവിടെ സമ്മാനം തന്ന കളക്ടർ മാഡത്തോടാണ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, അല്ല നിർധനരായ കുട്ടികൾക്ക് കായിക മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാനുള്ള ഇതൊന്നും ഇപ്പോൾ ഇല്ല, അപ്പോൾ അതിന് കളക്ടർ മാഡം എന്തെങ്കിലും കൈപിടിച്ച് ഉയർത്തുക, എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുക, അതങ്ങോട്ട് ശ്രദ്ധയിൽ കൊണ്ടുവരണം, അതാണ് എനിക്ക് കളക്ടർ മാഡത്തോട് പറയാനുള്ളത് വന്ന ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ ശാലിനി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. അതൊന്ന് വിഷ്ണു ഒരു തമാശ രൂപേണയാണ് അത് മൊത്തത്തിൽ അങ്ങോട്ട് പറയുന്നത്. തുടർന്ന് ഇത്രയുമേ പറയാനുള്ളൂ, വാക്ക് ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് മാറുന്നുണ്ട്. തുടർന്ന് ഈ ട്രോഫിയും പിടിച്ചുകൊണ്ട് ഈ കുട്ടികൾ ആകെ അങ്ങ് സന്തോഷത്തിലാണ്. തുടർന്ന് കുട്ടികളെയും കൊണ്ട് വിഷ്ണു അങ്ങ് താഴോട്ടിറങ്ങുകയാണ്. അന്നേരം ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഈ രമേശിനെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഈ കുട്ടി ഇങ്ങനെ ഒരു മൊത്തം ശ്രദ്ധിക്കുന്നതും ആ കുട്ടിയാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പത്മിനിക്കും സത്യയ്ക്കും സമ്മാനം കിട്ടിയതൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയെ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. അന്നേരം ആദ്യം ശാലിനിയെ PTA പ്രസിഡന്റിനും സ്കൂളിലെ ഭാരവാഹികൾക്കും ഗുരുക്കന്മാർക്കും എല്ലാവർക്കും ക്ഷണിച്ചതിനൊക്കെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഒരച്ഛൻ്റെയും വിയർപ്പിൻ്റെ ഫലം വിയർപ്പ് കാണാത്ത ഒരു മക്കളും ഇന്നേ വരെ ഒരു സ്ഥലത്തും ഒരു ഉയരങ്ങളിലും എത്തിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന വിഷ്ണുവിനെ നോക്കിയാണ് ശാലിനി മുഴുവൻ പറയുന്നത്. അന്നേരം പപ്പിയാണെങ്കിൽ ഇങ്ങനെ സത്യയാണെങ്കിൽ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ പ്രസവിച്ച 10 മാസം വന്ന് പ്രസവിച്ചതിൻ്റെ കണക്കൊക്കെ പറയും. പക്ഷേ അച്ഛനാണെങ്കിലേ കണക്ക് പുസ്തകം മുഴുവൻ ഒളിപ്പിച്ച് വെച്ച് ജീവിതഭാരം മുഴുവൻ തോളിലേറുന്ന വ്യക്തിയാണ് അച്ഛൻ എന്നുള്ളത്. പിന്നെ നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നതും ഒക്കെ, ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിപ്പിക്കുന്നതും, സന്തോഷത്തിൽ പങ്കുചേരാനും ദുഃഖത്തിൽ കൂടെ കരയാനും ഒക്കെ അച്ഛനല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അച്ഛനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ ശാലിനി സംസാരിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഈ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ സത്യയും പമ്പിയും ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ്, ജീവിതത്തിലെ ഏറ്റവും നല്ല വായിച്ച പുസ്തകം എന്ന് പറയുന്നത് അമ്മയാണെങ്കിൽ അത് വായിക്കാനായിട്ട് തിരികിടാതെ വെളിച്ചം നൽകിയത് അച്ഛനാണ്, എന്നും മക്കളുടെ റോൾ മോഡൽ അച്ഛൻ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് എല്ലാവരും ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. ശാലിനി വരുമ്പോഴും ഒക്കെ കൈയടിക്കുന്നത് വിഷ്ണുവാണ്. വിഷ്ണുവിന് ആകെ ഒരു ആവേശം തന്നെയാണ്. പറഞ്ഞു നിർത്തുമ്പോഴും വിഷ്ണു തന്നെയാണ് ആവേശത്തോടു കൂടി ഇങ്ങനെ കൈയടിക്കുന്നതൊക്കെ. തുടർന്ന് ശാലിനി ആണെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം എല്ലാവരും എഴുന്നേൽക്കുകയാണ്. അന്നേരം വേദിയിലിരുന്നവരും അവിടെ ഇരുന്നവരും എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങോട്ടത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെയും ആ പപ്പിയുടെയും സത്യയുടെ ഒക്കെ ഇങ്ങനെ അടുത്തെത്തുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ എഴുന്നേറ്റിട്ട് തൻ്റെ മനസ്സിൽ അച്ഛനെക്കുറിച്ച് ഇത്രയുമൊക്കെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കുന്ന അച്ഛനെക്കുറിച്ചാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനൊന്നും മനസ്സിലാകുന്നില്ല. എന്നാലും വിഷ്ണു ആ ശാലിനി പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ കണ്ണിൽ നോക്കി ആ ഒരു 1-2 നിമിഷം അങ്ങനെ നിൽക്കുന്ന ഒരു സീനും കാണിക്കുകയാണ്. തുടർന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്യാമയാണെങ്കിൽ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ എന്തായി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ബ്രോ വന്നതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി എന്ന് പറയുകയാണ്. കുട്ടികളെ എടുത്തുകൊണ്ടുള്ള ഓട്ടമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് എന്തായും ചോദിക്കുമ്പോൾ ഞാൻ പപ്പിയെ എടുത്തുകൊണ്ട് ഓടി, വിഷ്ണു ബ്രോ ആണെങ്കിൽ സത്യ എടുത്തുകൊണ്ട് ഓടി എന്ന് പറയുകയാണ്. അന്നേരം എന്നിട്ട് ചോദിക്കുമ്പോൾ എന്നിട്ടെന്താ പകുതി വഴി എത്തിയപ്പോൾ ഞാൻ വീണുപോയി എന്ന് പറയുകയാണ്. അന്നേരം അയ്യോ അപ്പോൾ ഗെയിം തോറ്റല്ലേ എന്ന് പറയുകയാണ്. അന്നേരം അവിടെയല്ലേ ടെസ്റ്റ്. വിഷ്ണു ബ്രോ ആണെങ്കിൽ 2 കുട്ടികളെ എടുത്തുകൊണ്ട് ഓടി വിജയം കൈവരിക്കുകയും ചെയ്തു. വിഷ്ണു ബ്രോ ആരാ മോൻ എന്നൊക്കെ പറഞ്ഞ് രോഹിത്താണെങ്കിൽ ആകെ ആവേശത്തോടെ സന്തോഷിക്കുകയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ പറയുന്നുണ്ട്, ആഹാ വിഷ്ണുവേട്ടൻ 2 കുട്ടികളെ എടുത്തുകൊണ്ട് ഓടി, അപ്പോൾ പിന്നെ വിജയം കൈവരിച്ചല്ലേ, സമ്മാനം കിട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് ഈ സത്യഭാമയാണെങ്കിൽ പിന്നെ പുറകിൽ വന്ന് അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ ഉമ്മറത്ത് നിന്നാണ് ശ്യാമ സംസാരിക്കുന്നത്. അങ്ങനെ സത്യഭാമ അവിടെ തൊട്ട് വരുമ്പോൾ ഇത് കേൾക്കുകയാണ്. അന്നേരം ഭാമ ഇങ്ങനെ അന്തം വിട്ടത് ബാക്കി കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പിന്നെ
ശ്യാമ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ ദൈവമേ നീ എല്ലാ നിയോഗം എല്ലാം കണക്കൂട്ടി വെച്ചിരിക്കുകയാണല്ലേ, 2 കുട്ടികളെ എടുത്തുകൊണ്ട് അവരുടെ അച്ഛൻ തന്നെ ഓടിയെത്തി ജയിക്കുകയൊക്കെ ചെയ്തു, ഇനി എന്തിനാ അവരെ ഇട്ട് കഷ്ടപ്പെടുന്നത്, എൻ്റെ കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനെയും കൂടിയും ഒന്നിപ്പിച്ചൂടെ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം രോഹിത് ഹലോ ശ്യാമ നീ എന്താ മിണ്ടാത്തെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശ്യാമ പെട്ടെന്ന് പറയുകയാണ്, ഞാനാണെങ്കിൽ ആ വിഷ്ണുവേട്ടൻ പിന്നെ ഓട്ട മത്സരം നടത്തി 2 കുട്ടികളെ എടുത്തുകൊണ്ട് ഓടി ഇങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ബ്രോ ഹാപ്പിയായി, പപ്പി ഹാപ്പിയായി, സത്യ ഹാപ്പിയായി, പിന്നെ ശാലിനി ഹാപ്പിയായി, ഇതെല്ലാം കണ്ട് ഞാൻ ഹാപ്പിയായി എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട്. തുടർന്ന് രോഹിത് വീണ്ടും പറയുകയാണ്, അല്ല വിഷ്ണു ബ്രോയ്ക്കും കുട്ടികൾക്ക് സമ്മാനം കൊടുത്തത് ആരാണെന്ന് അറിയണ്ടേ, നമ്മുടെ ജില്ലാ കളക്ടർ ശാലിനി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അയ്യോ ആ കാഴ്ച കാണാനായിട്ട് എനിക്ക് വരാനായിട്ട് പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ശ്യാമ സംസാരിക്കുകയാണ്. അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് സത്യഭാമ പുറകിൽ വന്ന് നിൽക്കുകയാണ്. ശ്യാമ പക്ഷേ ഇത് കാണുന്നില്ല. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിച്ചതല്ലേ, നീയല്ലേ വരാതിരുന്നതെന്ന്. അന്നേരം സത്യാമ്മ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വരാതിരുന്നത്, പിന്നെ വിഷ്ണുവേട്ടൻ വന്നത് തന്നെ എങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഭാമയെ കാണുകയാണ്. അന്നേരം ശ്യാമ ആകെ അങ്ങ് പേടിക്കുന്നുണ്ട്. അന്നേരം തുടർന്ന് ഭാമ ആണെങ്കിൽ ഫോൺ അങ്ങ് വാങ്ങിക്കുന്നുണ്ട്. അന്നേരം എല്ലാവരും കൂടി എന്നെ വിട്ടിയാക്കിയിട്ട് എല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള കളിയാണല്ലേ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം ഈ സംസാരം രോഹിത് കേൾക്കുന്നുണ്ട്. തുടർന്ന് ആ ഫോൺ ഇങ്ങ് വാങ്ങിച്ചിട്ട് ഹലോ എന്നിങ്ങനെ ഭാമ ആക്കുന്നുണ്ട്. പക്ഷേ രോഹിത് മിണ്ടുന്നില്ല. അന്നേരം അപ്പുറത്ത് രോഹിത് ആണോടിയും ചോദിക്കുകയാണ്. അന്നേരം ആദ്യം ശ്യാമ മിണ്ടുന്നില്ല. അന്നേരം അതേ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് രോഹിത്തെ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ആ സത്യാമ്മയെന്നിങ്ങനെ പേടിച്ച് രോഹിത് മറുപടി പറയുന്നുണ്ട്. അന്നേരം സത്യയുടെ അച്ഛനായിട്ട് വേഷം കെട്ടാനായിട്ട് വിഷ്ണു ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് സത്യാമ്മയെന്നും പറഞ്ഞ് രോഹിത് പറയാനായിട്ട് വരുമ്പോൾ ഞാൻ ചോദിച്ചതിന് അതെയോ അല്ല എന്ന് ഏതെങ്കിലും ഒരു തരം മതി എന്നിങ്ങനെ പറയുമ്പോഴും ചോദിച്ചു കേട്ടില്ലേടാന്നും പറഞ്ഞ് ഭാമ അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ വന്നിട്ടുണ്ട് എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. തുടർന്ന് സത്യഭാമ പെട്ടെന്ന് അങ്ങ് ഫോൺ വെക്കുകയാണ്. രോഹിത് പിന്നീട് ഹലോ എന്നൊക്കെ ആക്കുന്നുണ്ട്. പക്ഷേ ഭാമ ആകെ അങ്ങ് തിളച്ചു കയറുകയാണ്. തോന്നുന്നു വിഷ്ണുവിനെ തുറന്നു വിട്ടത് നീയാണോ എന്നിങ്ങനെ ശ്യാമയെ പിടിച്ചു കുലിക്കുകയും ചോദിക്കുമ്പോൾ അല്ല ഞാനൊന്നുമല്ല എനിക്കറിയത്തില്ല എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങ് മുകളിലേക്ക് കയറി പോയിട്ട് തകോല് വിഷ്ണുവിൻ്റെ റൂം ഇങ്ങനെ തുറക്കുന്നുണ്ട്. തുറന്ന് നോക്കുമ്പോൾ കട്ടിലിൽ ഇങ്ങനെ ഒരാൾ മൂടി പുതച്ച് കിടക്കുന്ന ആ ഒരു സീൻ കാണുന്നുണ്ട്. ഭാമ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ കമലിനാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കമലിനെ അങ്ങോട്ട് വിഷ്ണു ആ മൂടി അങ്ങോട്ട് മാറ്റുമ്പോൾ വിഷ്ണു അല്ല എന്നറിയുമ്പോൾ അവിടെ ഇനി ഭാമ എന്താണ് ഉണ്ടാക്കുന്നത്, കോലാഹലമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ കാണാം. ഇനി ഒരുപക്ഷെ ഇനി വിഷ്ണു പിന്നെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയോ എന്തോ അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ റീമേക്കിലൊക്കെ കമലിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വിഷ്ണുവിനെ കുറേ വഴക്കൊക്കെ പറയും. അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.